നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോണപോക്കിൽ CPM സഖാക്കൾ കടിച്ചു മാറ്റാൻ പിണറായി 350 കോടി സഹകരണ സംഘങ്ങൾക്ക് ദാനം കൊടുത്തു. കേരളത്തിൽ സഹകരണ സംഘം എന്നാൽ CPM എന്നാണ് അർത്ഥം. സഹകരണ സംഘങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് CPMന് കിട്ടുന്നത് പോലെയാണ്. സഖാക്കൾക്ക് സ്ത്രീധനം കിട്ടിയതാണ് കേരളത്തിന്റെ സഹകരണ മേഖല. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി സഹകരണ സംഘങ്ങൾക്ക് ലോട്ടറിയായി മാറി. കഴിഞ്ഞ 4.5 വർഷം പെൻഷൻ വീട്ടിലെത്തിച്ചതിന് ഇൻസെന്റീവായി ലഭിച്ചത് 350 കോടിയിലേറെ രൂപയാണ്. ഇതിൽ സിംഹഭാഗവും പോക്കറ്റിൽ പോകുന്ന കാശാണ്. 22.76 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. പ്രാഥമിക വായ്പാ സംഘങ്ങളും മറ്റുമാണ് വിതരണക്കാർ. ഒരു ഗുണഭോക്താവിന് 30 രൂപ നിരക്കിലാണ് ഇൻസെന്റീവ്. സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാർക്കുള്ള പ്രതിഫലം ഉൾപ്പെടെയാണിത്. ഒരു മാസം പെൻഷൻ നൽകുന്നതിലൂടെ 6.82 കോടി രൂപയാണ് സംഘങ്ങൾക്ക് ഇൻസെന്റീവായി ലഭിക്കുന്നത്. 2025 നവംബർ വരെ പെൻഷൻ വിതരണം ചെയ്തതിന്റെ ഇൻസെന്റീവ് സംഘങ്ങൾക്ക് ലഭിച്ചു. ഇൻസെന്റീവ് മാത്രമല്ല, ഇതിലൂടെ വോട്ടും ഉറപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 65% പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യും. ആരോഗ്യസ്ഥിതി മോശമായവർക്കാണ് നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നത്. വീട്ടിൽ പണം എത്തിക്കുന്നവരുടെ തുക ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വഴി സഹകരണ സ്ഥാപനത്തിന് നൽകും. സഹകരണ സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അക്കൗണ്ടിൽ നിന്നും തദ്ദേശ വകുപ്പ് ഡയറക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. വെള്ളയമ്പലം സബ് ട്രഷറിയിൽ തദ്ദേശ വകുപ്പ് ഡയറക്ടർ ആരംഭിച്ച സ്പെഷ്യൽ TSB അക്കൗണ്ടിൽ നിന്ന് 14 ജില്ലകളിലെയും സഹകരണ ജോയിന്റ് രജിസ്ട്രാർമാരുടെ പെൻഷൻ ട്രഷറി അക്കൗണ്ടിലേക്ക് ഇൻസെന്റീവ് കൈമാറും. ഇക്കഴിഞ്ഞ ആഴ്ച മറ്റൊരു വലിയ കൊള്ള CPM സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നടത്തിയിരുന്നു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനും ഖജനാവ് കൊള്ളയടിക്കാനും ലക്ഷ്യമിട്ട് സഹകരണ വകുപ്പിൽ അരങ്ങേറുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ്. ലോകപ്രശസ്ത IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ ഒഴിവാക്കി IT രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത CPM നിയന്ത്രണത്തിലുള്ള ദിനേശ് BD സഹകരണ സംഘത്തിന് സോഫ്റ്റ്വെയർ കരാർ നൽകാനാണ് സർക്കാർ നീക്കം. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കാൻ TCS വെറും 206 കോടി രൂപയ്ക്ക് തയ്യാറായ പദ്ധതിയാണ് ഇപ്പോൾ 4 ഇരട്ടിയിലധികം തുകയ്ക്ക്, അതായത് ഏകദേശം 914 കോടി രൂപയ്ക്ക് CPM സ്വന്തം ആൾക്കാർക്ക് നൽകാൻ ഒരുങ്ങുന്നത്. ഇതിലൂടെ ഖജനാവിന് വരാൻ പോകുന്നത് 700 കോടിയിലധികം രൂപയുടെ ഭീമമായ നഷ്ടമാണ്. ഈ അഴിമതിക്ക് കളമൊരുക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ അങ്ങേയറ്റം ദുരൂഹമാണ്. റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും മാനദണ്ഡങ്ങൾ പാലിച്ച് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതിയായിരുന്നിട്ടും കേരളത്തിന്റെ തനത് സോഫ്റ്റ്വെയർ വേണമെന്ന വാദമുയർത്തിയാണ് TCSനെ ആദ്യം പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ആ കരാർ റദ്ദാക്കുകയും TCS പോലുള്ള വലിയ കമ്പനികളെ പുറന്തള്ളാൻ വിചിത്രമായ നിബന്ധനകൾ പുതിയ ടെൻഡറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ കണ്ണൂരിൽ നിന്നുള്ള CPM നിയന്ത്രണത്തിലുള്ള 2 സംഘങ്ങൾ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. കേവലം 280 സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നൽകാൻ 58 കോടി രൂപയാണ് ദിനേശ് BD സംഘം കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ നിരക്കിൽ കേരളത്തിലെ മുഴുവൻ സംഘങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് 900 കോടിയിലധികം രൂപയായി ഉയരും. 206 കോടിക്ക് TCS തീർക്കാമെന്ന് പറഞ്ഞ ജോലിയാണ് 700 കോടി അധികം നൽകി മുൻപരിചയമില്ലാത്തവർക്ക് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങി ഈ കരാർ തിടുക്കത്തിൽ ഒപ്പിടാനാണ് സഹകരണ വകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് വെറും സാമ്പത്തിക അഴിമതി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളെയും അവയിലെ വിവരങ്ങളെയും CPMന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢശ്രമം കൂടിയാണ്. ജനവിധി ഭയക്കുന്ന സർക്കാർ അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് അവസാനവട്ട കൊള്ളയ്ക്കാണ് തുനിയുന്നത്. സഹകരണ വകുപ്പിന് കീഴിൽ 16,256 സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും 1.86 ലക്ഷം കോടിയുടെ ലോൺ ഔട്ട് സ്റ്റോക്കിങ്ങുമാണ് ഉള്ളത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ മാത്രം 80,000 കോടി രൂപ നിക്ഷേപവും 71,000 കോടി രൂപയുടെ വായ്പയുമുണ്ട്. ഗ്രാമീണ മേഖലയിൽ ജനസംഖ്യയിലെ 60% ഏതെങ്കിലും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളുമാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 75% നിയന്ത്രിക്കുന്നത് CPM ആണ്. ഇടതുപക്ഷത്തിന്റെ സംഘടനാപരവും ഭരണപരവുമായ രാഷ്ട്രീയ വിനിമയങ്ങളിൽ സഹകരണ മേഖലയ്ക്കേറെ പ്രാധാന്യമുണ്ട്.
എന്നാൽ CPM തന്നെ പ്രതിസ്ഥാനത്തുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ CPMന്റെ വ്യാപാരങ്ങളിൽ പിടിമുറുക്കി. 2018 മുതൽ ഈ ക്രമക്കേടിന്റെ ഓരോ ഘട്ടത്തിലും അത് മൂടിവെക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനും നിരപരാധികളെ ബലിയാടാക്കാനും CPM ജില്ലാ നേതൃത്വം നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നൂറ്റാണ്ട് പഴക്കമുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലാണ്. ബാങ്ക് ഭരണസമിതി ഭാരവാഹികളായ പ്രാദേശിക CPM നേതാക്കളും ജീവനക്കാരും ഉന്നത പാർട്ടി നേതാക്കളുടെ അറിവോടെ സാധാരണക്കാരായ പാർട്ടി അംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും പേരിൽ നടത്തിയ നഗ്നമായ കൊള്ളയെയും തിരിമറിയെയും സംസ്ഥാന സഹകരണ മേഖലയുടെ മുഖത്തേറ്റ കറുത്ത പാട് എന്നാണ് CPM വിശേഷിപ്പിക്കുന്നത്. CPMന് സംഘടനാപരമായി തന്നെ പങ്കാളിത്തമുള്ള കൊള്ളയായതുകൊണ്ട് തന്നെ കേന്ദ്ര ഇടപെടൽ മുൻനിർത്തി പ്രതിരോധിക്കാനുള്ള പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ശ്രമങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു. ഈ കൊള്ളയുടെ എല്ലാ ഉത്തരവാദിത്വവും ബാങ്ക് ഭരണസമിതിയിൽ മാത്രം ഒതുക്കാനുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചും സഹകരണ വകുപ്പും നടത്തിയത്. അതുകൊണ്ടാണ് CPM ബന്ധം അതിസമർത്ഥമായി ക്രൈംബ്രാഞ്ച് ഒളിപ്പിച്ചു വെച്ചത്. ഓരോ ചില്ലിക്കാശും തിരിച്ചു കൊടുക്കും എന്ന് മുഖ്യമന്ത്രിയും പാക്കേജ് തയ്യാറാക്കി ബന്ധപ്പെട്ടവരിൽ നിന്ന് പണം ഈടാക്കിയും നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പ്രയോജനപ്പെടുത്തിയും ഇടപാടുകാരെ സഹായിക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവനും ആവർത്തിക്കുന്നുണ്ട്. വാസവന്റെ അവകാശവാദങ്ങൾ ഇങ്ങനെയാണ്. ക്രൈംബ്രാഞ്ച്, സഹകരണ വകുപ്പ്, വിജിലൻസ് എന്നിവർ അന്വേഷണം നടത്തി. 7 ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു. അവരുടെ പേരിൽ കേസെടുത്തു, ചാർജ് ഷീറ്റായി. ബോർഡ് അംഗങ്ങളുടെ പേരിൽ ബാധ്യതകൾ തിട്ടപ്പെടുത്തി സർചാർജ് ചുമത്തി ഹിയറിംഗിനും നോട്ടീസും നടപടികൾ കഴിഞ്ഞു. പണം ഈടാക്കാൻ നടപടി സ്വീകരിച്ചു. നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായം സഹകരണ വകുപ്പ് ചെയ്തിട്ടുണ്ട്. 110 കോടി രൂപയുടെ നിക്ഷേപം പുനഃക്രമീകരിച്ചു. 26 കോടിയുടെ നിക്ഷേപം തിരിച്ചു കൊടുത്തു. റിക്കവറി സെൽ പ്രവർത്തനത്തിലൂടെ 40 കോടി രൂപ തിരിച്ചു കിട്ടി. 2021 ജൂലൈ 21 കരുവന്നൂരിലെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ MK ബിജു, മുൻ സീനിയർ അക്കൗണ്ടന്റ് CK ജിൽസ്, ഇടനിലക്കാരൻ കിരൺ, കമ്മീഷൻ ഏജന്റ് AK ബിജോയ്, ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സൂപ്പർ മാർക്കറ്റിന്റെ അക്കൗണ്ടന്റ് റജി അനിൽ എന്നിവരാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. ഇവരുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതല്ലാതെ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഷ്ടമുണ്ടാക്കിയവർ തിരിച്ചടയ്ക്കാനുള്ള തുക 125 കോടിയാണ്. 2017-18 ഓഡിറ്റ് റിപ്പോർട്ടിൽ ബാങ്കിൽ നിന്ന് അനുവദനീയമായതിലും കൂടുതൽ തുകകൾ വായ്പ നൽകിയത് കണ്ടെത്തി. തുടർന്നുള്ള വർഷങ്ങളിലും വായ്പാ ക്രമക്കേടുകൾ കണ്ടെത്തി. എന്നാൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ നിയന്ത്രിച്ചു നിർത്താൻ CPM ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു. 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് രാഷ്ട്രീയ നേതൃത്വത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. നിശ്ചിത കാലാവധിയിൽ പണം നിക്ഷേപിച്ച 5400 പേർക്ക് 300 കോടിയോളം രൂപയാണ് തിരിച്ചു കൊടുക്കാനുള്ളത്. സഹകരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് കാലാവധി പൂർത്തിയായ 150 കോടിയും ഇതിൽ ഉൾപ്പെടുന്നു. നിക്ഷേപകരിൽ 90% പേരും സ്ഥിര നിക്ഷേപം നടത്തിയവരാണ്. 2021 സെപ്റ്റംബർ മുതൽ ഇതുവരെ 29 കോടി രൂപ മാത്രമാണ് തിരിച്ചു കൊടുത്തത്. കാലാവധി അവസാനിച്ചവരുടേത് പുതുക്കി നൽകുകയാണ് ചെയ്യുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇപ്പോൾ 50,000 രൂപ വരെയാണ് തിരിച്ചു കൊടുക്കുന്നത്. കരുവന്നൂരിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് നോട്ട് നിരോധനം മുതൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നടപടികളുടെ തുടർച്ചയാണ് എന്ന ആരോപണം ആവർത്തിക്കുന്നതല്ലാതെ 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പിലും കള്ളപ്പണ ഇടപാട് എന്ന ആരോപണത്തിലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിലും വിശ്വാസയോഗ്യമായ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കരുവന്നൂർ ബാങ്കിലേതിന് സമാനമായ തട്ടിപ്പ് തൃശൂർ സഹകരണ ബാങ്കിൽ നടന്നതായി സംശയിക്കപ്പെടുന്നു. അയ്യന്തോൾ സഹകരണ ബാങ്കിലും പരിശോധന നടക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഗുരുതര ധനാപഹരണം, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, സോഫ്റ്റ്വെയറിൽ കൃത്രിമം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്നതായി അന്വേഷണം നടത്തിയ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2019 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി 2021 ജൂലൈ 14 പോലീസിൽ പരാതി നൽകിയത്. 2014 മുതൽ 2020 വരെ സാമ്പത്തിക ക്രമക്കേട് നടന്നു, 100 കോടി രൂപ തട്ടിപ്പുണ്ടായി എന്നായിരുന്നു പരാതി. മുൻ സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ബാങ്ക് ജീവനക്കാരും ചേർന്ന് വ്യാജരേഖ ചമച്ച് നിരവധി പേരുടെ പേരിൽ വായ്പ എടുത്തതായും സാമ്പത്തിക തിരിമറി നടത്തിയതായും തെളിവ് ലഭിച്ചു. പ്രതികൾ പണം റിയൽ എസ്റ്റേറ്റിലും ഹോട്ടൽ വ്യവസായത്തിലും നിക്ഷേപിച്ചു. ശരിയായ ഈടില്ലാതെയും പരിശോധനയില്ലാതെയും രേഖകളില്ലാതെയും വായ്പ അനുവദിച്ചു. സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിൽ കൃത്രിമം നടത്തി.
ഒരേ വസ്തുവകകൾ ഉപയോഗിച്ച് ഒന്നിലധികം വായ്പയെടുത്തു. സോഫ്റ്റ്വെയറിലും മറ്റും കൃത്രിമം നടത്തി കോടികളുടെ തിരിമറി നടത്തി. 117 കോടിയുടെ വായ്പാ തട്ടിപ്പെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും ജാമ്യത്തിൽ. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 125.8 കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 6 പേർക്കെതിരെ കേസെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടും പിരിച്ചുവിടാതിരുന്ന ഭരണസമിതി സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2021 ജൂലൈയിലാണ് പിരിച്ചുവിട്ടത്. തുടർന്ന് 6 പ്രതികൾക്കെതിരെ ജപ്തി നടപടി തുടങ്ങി. എല്ലാവരും കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർമാർ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപ തട്ടിപ്പ് 300 കോടി രൂപയ്ക്ക് മേൽ വരുമെന്നാണ്. സഹകരണ ബാങ്കിൽ നിന്ന് ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന പരമാവധി വായ്പ 50 ലക്ഷം രൂപയാണ്. എന്നാൽ കരുവന്നൂർ ബാങ്കിൽ പല വായ്പകളിലായി 1 കോടിയിലേറെ രൂപ തരപ്പെടുത്തിയത് 94 പേരാണ്. ഇതിൽ 5 കോടി മുതൽ 14 കോടി വരെ ബാധ്യതയുള്ള 12 പേരുണ്ട്. 8 വായ്പകൾ വരെ ഒരു കുടുംബത്തിന് തന്നെ അനുവദിച്ചിട്ടുണ്ട്. മുഖ്യപ്രതികളിൽ ഒരാളായ മുൻ മാനേജർ MK ബിജു മുൻകൈയെടുത്ത് 379 വായ്പകൾ പാസാക്കിയെന്നാണ് കേസ്. CPM നേതാക്കളുടെ മൗന സമ്മതത്തോടെ പാർട്ടി അംഗങ്ങളുടെ പേരിൽ അവർ അറിയാതെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികൾ കടമെടുത്തത്. CITU അംഗങ്ങളായ തൊഴിലാളികൾ അടക്കമുള്ള പലരും കടക്കെണിയിലാണ്. 50,000 രൂപ വീതം തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നൽകിയ ശേഷമാണ് രേഖകളിൽ ഒപ്പിട്ട് വാങ്ങി 50 ലക്ഷം വീതമുള്ള തുക അവർ അറിയാതെ വായ്പയെടുത്തത്. ഇവരിൽ ചുമട്ട് തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമുണ്ട്. ഒരേ വസ്തുവകകൾ ഉപയോഗിച്ച് ഒന്നിലധികം വായ്പയെടുത്ത സംഭവങ്ങൾ നിരവധിയാണ്. എന്നാൽ തുക പോയത് വായ്പ അനുവദിക്കപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലേക്കല്ല. ഈടുവെച്ച ഭൂമിയുടെ യഥാർത്ഥ കമ്പോള വിലയുടെ അനേക ഇരട്ടിയായിരുന്നു വായ്പാ തുക. 23 ലക്ഷം രൂപ കടത്തിലായി ജപ്തി ചെയ്യപ്പെട്ട ഭൂമിയുടെ ആധാരത്തിന്റെ പകർപ്പ് ഉപയോഗിച്ച് തരപ്പെടുത്തിയത് 1.85 കോടി രൂപയുടെ വായ്പ. 4 വായ്പകളായാണ് ഈ തുക. ജപ്തി ചെയ്യപ്പെട്ട ഭൂമിയുടെ മുൻ ഉടമയുടെ പേരിൽ KSFയിൽ 2 കുറികളിലായി 23 ലക്ഷം രൂപ കടം വന്നിരുന്നു. ചാലക്കുടി താലൂക്ക് അധികൃതർ ഭൂമി ജപ്തി ചെയ്ത് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഇതേ ഭൂമി ഈടുവെച്ച് സഹകരണ ബാങ്ക് വായ്പ അനുവദിച്ചത്. 50 ലക്ഷം വീതമുള്ള 5 വായ്പകൾക്ക് ഈടായി വെച്ച ഭൂമി ബാങ്ക് അറിയാതെ വിറ്റുപോയി. ഇവർ 1 രൂപ പോലും തിരിച്ചടച്ചില്ലെന്ന് മാത്രമല്ല, ഈടുവെച്ച ഭൂരേഖകൾ ഉപയോഗിച്ച് സ്ഥലം വിൽപ്പന നടത്തുകയും ചെയ്തു. ഇതിലൊരാളുടെ ഭൂമി വിലയ്ക്ക് വാങ്ങിയ ആൾ പുതിയ ആധാരം ഉപയോഗിച്ച് ഇതേ ബാങ്കിൽ നിന്ന് 3 കോടി രൂപ വായ്പയും എടുത്തു. ഭൂമി പോക്കുവരവ് ചെയ്ത് അതേ ദിവസമാണ് വായ്പയും അനുവദിച്ചത്. 50 ലക്ഷവും പലിശയും തിരിച്ചടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പലരും വിവരമറിയുന്നത്. പണം ലഭിച്ചില്ല, ഈടായി രേഖകൾ നൽകിയില്ല, പാസ്ബുക്കുമില്ല, പിന്നെ എങ്ങനെ ജപ്തി നോട്ടീസ് വന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത്. പല ബാങ്കുകളിലും നടക്കുന്നത് പോലെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുടെയോ ബാങ്ക് ഭരണസമിതിയുടെയോ മാത്രം ഒത്താശയിൽ നടന്ന തട്ടിപ്പല്ല, മറിച്ച് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെയും ചില സംസ്ഥാന തല നേതാക്കളുടെയും അറിവും മൗനാനുവാദവും ഇതിന് പിറകിലുണ്ട് എന്ന വിശ്വാസയോഗ്യമായ ആരോപണം പ്രശ്നത്തെ ഗൗരവമുള്ള വിഷയമാക്കുന്നു. ബാങ്കിൽ 80 ലക്ഷം രൂപ കുടിശ്ശികയുള്ള പൊറത്തിശ്ശേരി പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷനും കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് നിർവാഹക സമിതി അംഗവുമായ കരുവന്നൂർ പുത്തൻതോട് കോഴിച്ചിറ റോഡ് തളിയക്കാട്ടിൽ മുകുന്ദൻ തൂങ്ങി മരിച്ചു. മുകുന്ദൻ 2 തവണയായി 20 ലക്ഷം രൂപ വായ്പയെടുത്തു. എന്നാൽ 50 ലക്ഷം രൂപയാണ് വായ്പയെന്നും മറ്റൊരാളുടെ വായ്പയ്ക്ക് ജാമ്യം നിന്ന വകയിൽ 30 ലക്ഷം രൂപയുടെ കടബാധ്യത കൂടി ഉൾപ്പെടുത്തി ആകെ 80 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും കാട്ടി ജപ്തി നോട്ടീസ് ലഭിച്ചു. വീടിരിക്കുന്ന 16.3 സെന്റ് ഭൂമി പണയം വെച്ചാണ് 4 വർഷം മുൻപ് മുകുന്ദൻ 10 ലക്ഷം രൂപ വായ്പയെടുത്തത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് പുതുക്കി മകളുടെ വിവാഹത്തിന് 10 ലക്ഷം രൂപ കൂടിയെടുത്തു. ഇതാണ് 80 ലക്ഷത്തിന്റെ ബാധ്യതയായി മാറിയത്. ഇത്തരം നിരവധി കഥകൾ കരുവന്നൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇരകളിലേറെയും ഗ്രാമീണ കച്ചവടക്കാരും കർഷകരും വീട്ടമ്മമാരുമൊക്കെ ആയതുകൊണ്ട് ദുരന്ത വ്യാപ്തി വളരെ വലുതാണ്. കരുവന്നൂർ കൊള്ളയിലെ 1-ാം പ്രതി ദശകങ്ങളായി ബാങ്കിനെ നിയന്ത്രിച്ചു വരുന്ന CPM ആണ്. പല ബാങ്കുകളിലും നടക്കുന്നത് പോലെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുടെയോ ബാങ്ക് ഭരണസമിതിയുടെയോ മാത്രം ഒത്താശയിൽ നടന്ന തട്ടിപ്പല്ല ഇത്. പല തലകളും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു. 2022 ജൂലൈ 18 നിയമസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ എന്നെ നെല്ലിക്കുന്നിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ക്രമക്കേട് നടന്ന സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ ജില്ല തിരിച്ച കണക്ക് പറയുന്നുണ്ട്. അതിൽ കരുവന്നൂർ ബാങ്കിൽ നടന്ന വായ്പാ തിരിമറികൾക്ക് സമാനമായ കുറ്റകൃത്യവും ഉണ്ട്.
തിരുവനന്തപുരത്ത് 49, കൊല്ലത്ത് 42, പത്തനംതിട്ട 9, ആലപ്പുഴ 11, കോട്ടയം 46, ഇടുക്കി 14, എറണാകുളം 33, തൃശൂർ 66, പാലക്കാട് 3, മലപ്പുറം 55, കോഴിക്കോട് 11, വയനാട് 18, കണ്ണൂർ 24, കാസർഗോഡ് 18 വീതം സഹകരണ സ്ഥാപനങ്ങളിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത്. ഈ ക്രമക്കേടുകൾ അന്വേഷിക്കുകയും പോലീസ് കേസെടുക്കുകയും ഉത്തരവാദികൾക്കെതിരെ നഷ്ടപരിഹാരം ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രിയുടെ മറുപടിയിലുണ്ട്. അതായത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം കൊടും കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിയമസഭയിൽ മന്ത്രിക്ക് തന്നെ വ്യക്തമാക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. കരുവന്നൂരിലെ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം സഹകരണ സ്ഥാപനങ്ങളിൽ സഹകരണ രജിസ്ട്രാർ പരിശോധന നടത്തിയിരുന്നു. സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 272 സഹകരണ സ്ഥാപനങ്ങളിൽ ഗുരുതര ക്രമക്കേട് നടന്നുവെന്നാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ ചുവടുറപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങൾ നിർണായക ഘട്ടത്തിലാണ്. 2025 കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സംഘങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RSSന് കീഴിലുള്ള സഹകാർ ഭാരതി പ്രവർത്തിക്കുന്നത്. സഹകാർ ഭാരതിയുടെ സ്ത്രീ സ്വാശ്രയ കൂട്ടായ്മയായ അക്ഷയശ്രീ സംഘങ്ങളുടെ എണ്ണം 25,000 ഉയർത്താനും ലക്ഷ്യമിടുന്നു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലൂടെയും കാർഷിക ഉൽപാദന കമ്പനികളിലൂടെയും ചെറുകിട സംരംഭ ഗ്രൂപ്പുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും സഹകാർ ഭാരതി ഗ്രാമീണ മേഖലയിൽ സമാന്തര സഹകരണ സ്ഥാപനങ്ങളുടെ വൻ ശൃംഖല തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. സഹകരണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതികൾ സഹകാർ ഭാരതിയുടെ കേരളത്തിലെ ലക്ഷ്യങ്ങൾ എളുപ്പം സാക്ഷാത്കരിക്കാൻ സഹായിക്കും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. CPM-ഉം കോൺഗ്രസും ചേർന്ന് കുട്ടിച്ചോറാക്കിയ സഹകരണ മേഖലയിൽ ഇനി പ്രതീക്ഷയുള്ളത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സഹകാർ ഭാരതി ഉണ്ടല്ലോ എന്ന് ചിലർ വാദിക്കും. എന്നാൽ ഈ സഹകാർ ഭാരതിയും സംഘപരിവാറിന്റെ സംഘമാണ്. അവരും കൊള്ള നടത്തിയ ചരിത്രം മാത്രമേ എല്ലായിടത്തും ഉള്ളൂ. അതുകൊണ്ട് തന്നെ സഹകാർ ഭാരതി അങ്ങ് മറിക്കും എന്നൊന്നും കരുതാൻ കഴിയില്ല. കാരണം ഇവിടെ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.